ഒരു എക്സൽ വർക്ക്ഷീറ്റിൽ VLOOKUP ഫംഗ്ഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വളരെ ചെറിയൊരു ടേബിൾ ഉപയോഗിച്ചാണ് ഇവിടെ കാണിക്കുന്നതെങ്കിലും എത്ര വലിയ ടേബിൾ ആണെങ്കിലും നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ VLOOKUP ഫംഗ്ഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നത് നമുക്ക് ഇവിടെ ഒന്ന് ചെയ്തു നോക്കാം. അതിനായി ഈ ടേബിളിലെ നെയിം എന്ന കോളത്തിന് താഴെ തൊട്ടു താഴെയുള്ള സെല്ല് സെലക്ട് ചെയ്തു. അവിടെ ഹുസൈൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു. സാലറിക്ക് തൊട്ടു താഴെയുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ VLOOKUP ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ. ലുക്കപ്പ് വാല്യൂവിന് വേണ്ടി ഹുസൈൻ എന്ന ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. കോമ. ടേബിൾ അറേക്ക് വേണ്ടി നെയിം എന്ന കോളവും ജോബ് എന്ന കോളവും സാലറി എന്ന കോളവും ഹെഡിങ് ഒഴിവാക്കി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നു. ശേഷം കോമ. കോളം ഇൻഡെക്സ് നമ്പറിനായി, അതായത് നമുക്കിവിടെ സാലറിയാണ് ലഭിക്കേണ്ടത്, അതുകൊണ്ട് സാലറി എന്ന കോളം എത്രാമത്തെയാണോ എന്ന് സെലക്ട് ചെയ്യുക. നമുക്കിവിടെ കാണാം നെയിം എന്ന കോളം, ജോബ് എന്ന കോളം, സാലറി എന്ന കോളം, ഇങ്ങനെ 3 കോളം കാണാം. അപ്പോൾ ഈ 3ാമത്തെ കോളത്തിലാണ് സാലറി ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ 3 എന്ന് ടൈപ്പ് ചെയ്യുന്നു. കോമ. ഫാൾസ് സെലക്ട് ചെയ്യുന്നു. ബ്രാക്കറ്റ് ക്ലോസ്. എൻ്റർ. ഇപ്പോൾ നമുക്കിവിടെ കാണാം ഹുസൈനിൻ്റെ സാലറി 28,000 എന്നത് ഇവിടേക്ക് വന്നത്. ഇനി ഒന്നുകൂടെ നോക്കാം. മിലൻ എന്ന് പേര് നൽകി തൊട്ടടുത്തുള്ള സാലറി എന്ന സെല്ലിലേക്ക് പോകുന്നു. ഈക്വൽ VLOOKUP ഫംഗ്ഷൻ. ലുക്കപ്പ് വാല്യൂവിന് വേണ്ടി മിലൻ എന്ന ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. കോമ. ഈ ടേബിളിലെ 3 കോളങ്ങളും സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത 3 കോളങ്ങളിൽ 3ാമത്തെ കോളത്തിലാണ് സാലറി ഉള്ളത്, അതുകൊണ്ട് 3 എന്ന് ടൈപ്പ് ചെയ്യുന്നു. കോമ. ഫാൾസ് സെലക്ട് ചെയ്യുന്നു. ബ്രാക്കറ്റ് ക്ലോസ്. എൻ്റർ. ഇപ്പോൾ നമുക്കിവിടെ മിലൻ്റെ സാലറിയും ലഭിച്ചതായി കാണാം. ഇനി നമുക്ക് ഇവിടെ പേര് ചേഞ്ച് വരുത്തുമ്പോൾ സാലറിയിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കാം. മിലൻ ഡിലീറ്റ് ചെയ്ത് അംജദ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അംജദ്. എൻ്റർ. ഇപ്പോൾ നമുക്കിവിടെ കാണാം അംജദിൻ്റെ സാലറി 35,000 ആണ്. മിലൻ്റെ സാലറി 30,000 ആയിരുന്നു. അത് അംജദിൻ്റെ പേര് നൽകിയപ്പോൾ 35,000ത്തിലേക്ക് വന്നത് കാണാം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, VLOOKUP ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഡാറ്റ തിരയുമ്പോൾ നമ്മുടെ ലുക്കപ്പ് വാല്യൂ, അതായത് നമ്മൾ തിരയുന്ന പേര് എപ്പോഴും ടേബിളിൻ്റെ ആദ്യത്തെ ഇടതുവശത്തെ കോളത്തിൽ തന്നെ ആയിരിക്കണം. ഉദാഹരണത്തിന് ഇവിടെ നോക്കുക, നെയിം ഹുസൈൻ എന്ന നെയിം, അത് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത പോലെ ഈ 3 കോളങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്തത്, അത് ഇടതുവശത്തായിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഡാറ്റ തിരയുമ്പോൾ നമ്മുടെ ലുക്കപ്പ് വാല്യൂ, അതായത് ഇവിടെ ലുക്കപ്പ് വാല്യൂ അംജദ് എന്നാണ് അല്ലെങ്കിൽ ഹുസൈൻ എന്നാണ്. ഇത് എപ്പോഴും ടേബിളിൻ്റെ ഇടതുവശത്തായി തന്നെ വരണം. എന്നാൽ XLOOKUP ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇടത്തും വലത്തും ഒരുപോലെ ചെയ്യാവുന്നതാണ്. XLOOKUPൻ്റെ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക.